ബൈ ദ പീപ്പിൾ പൊതുജനം പ്രതികരിക്കുന്നു. പ്രണയക്കെണികൾ, ലഹരിക്കെണികൾ, കൗമാരം കെണിയിലാകുകയാണോ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഷെക്കന ന്യൂസ് തേടിയത്. തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ കാണാം. എൻ്റെ കൊച്ചിന് ഒരു 23 വയസ്സുള്ള പെങ്കൊച്ചുണ്ട് എനിക്ക്. ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഇത് നോക്കിയോണം, കണ്ടോണം, നിന്നോണം. ഇമാർ പ്രണയമൊക്കെ നടിച്ചിങ്ങ് വരും, എന്നിട്ട് ഇങ്ങനെ മറ്റേ മയക്കുമരുന്ന് അത് ഇതൊക്കെ കൊണ്ടു കൊടുത്ത് അവരെ ഇങ്ങ് ആക്കിയിട്ട് മറ്റേ ലൗകിക വിവാദം പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ പെൺകുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് നമ്മളത് ഒത്തിരി മാതാപിതാക്കന്മാർ നോക്കിയിട്ടും കാര്യമില്ല, പിള്ളേർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കന്മാർ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ, പിള്ളേർ തന്നെ നോക്കണ്ടേ. അപ്പോൾ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ ഒരു അന്വേഷണമൊന്നും വരത്തില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ആദ്യം ഇതിനെ അവർ ഉപയോഗിക്കാൻ കൊടുക്കും. അതിന് കഴിഞ്ഞതിന് ശേഷം അവരെ ഇതിന് ഒരു വിൽപ്പന ചെറുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് കിടക്കും. എന്തായിരുന്നാലും നമുക്ക് സമൂഹത്തിന് വലിയ ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടത് രക്ഷിതാക്കളാണ്. മാതാപിതാക്കളൊക്കെ കൃത്യമായും ഇവരെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ, അതുപോലെ തന്നെ അധികാരികൾ, ഇങ്ങനെ ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെ അടിയന്തര ശ്രദ്ധകൾ ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ വലിയ വിപത്തുകളിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഉരുത്തിരിയുന്നത്. സാമ്പത്തികമായി ഞെരുക്കമായിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ മറ്റ് ഉപരിപഠനത്തെ കടന്നു പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് വേണ്ടതായ ഹോസ്റ്റൽ ഫീസുകൾ, അവർക്ക് വേണ്ട രീതിയിലുള്ള സാമ്പത്തികം ലഭിക്കാതെ വരുമ്പോൾ നല്ല കൂട്ടുകെട്ടിലേക്ക്, മറ്റുള്ള കൂട്ടുകെട്ടിലേക്ക് ബന്ധപ്പെടും. ആ ബന്ധപ്പാട് മറ്റ് ലഹരി പദാർത്ഥവുമായി ഉപയോഗിക്കുന്ന ഒരു റാക്കറ്റിലേക്കാണ് വിടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടതായ ലഹരി പദാർത്ഥങ്ങൾ അവർ എന്തെങ്കിലും പാനീയങ്ങൾ വഴിയോ അല്ലെങ്കിൽ കോള അല്ലെങ്കിൽ അങ്ങനെയുള്ള പാനീയങ്ങൾ വഴി കൊടുത്ത് ഇവർ വലിയൊരു സെക്സ് റാക്കറ്റ് പോലുള്ള ലഹരി പദാർത്ഥത്തിലേക്ക് അടിമകളായി പോവുകയാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ സാമ്പത്തിക മാഫിയായും അതോടൊപ്പം തന്നെ ലഹരി മാഫിയായും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ലഹരി ഒഴുക്കുന്നതിലൂടെ, ലഹരി വിൽപ്പന നടത്തുന്നതിലൂടെ, ലഹരി കൈമാറ്റം നടത്തുന്നതിലൂടെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് ചെറുപ്പക്കാർ മാറുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ ഏജന്റുമാരായി അതിൻ്റെ പ്രതിഫലം പറ്റാൻ കഴിയും എന്നുള്ള ധാരണയിലേക്ക് മാറുന്നു. നിയമവിരുദ്ധമായത് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് സമൂഹ വിരുദ്ധമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് സൃഷ്ടിക്കുന്നത്.